അസ്സലാമലൈക്കും. ഹായ് ഓൾ. ഇന്ന് നമുക്ക് ഡേ മൈ ലൈഫിൻ്റെ ഒരു ചെറിയ മിനി ബ്ലോഗ് കണ്ടാലോ. അങ്ങനെ രാവിലെ എണീച്ചു, മെഡിസിനൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഇന്ന് പൂരിയും കിഴങ്ങ് മസാല ആക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കിഴങ്ങും മുട്ടയൊക്കെ അവിച്ച് വെച്ചു. അങ്ങനെ എന്താ പറയുക, എനിക്ക് 7 o'clock മെഡിസിൻ ഉണ്ട്. അതുകൊണ്ട് ഞാൻ ആദ്യമേ അതൊക്കെ കഴിക്കും. മെഡിസിനും ഒരു പഴമൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഒരു 8-8:30 മണിയൊക്കെ ആയപ്പോഴാണ് നെക്കൊക്കെ പോകാനായിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി. അങ്ങനെ സവാളയും മറ്റുമൊക്കെ ബീൻസും ടൊമാറ്റോയൊക്കെ അരിഞ്ഞ് വെച്ചു. കിഴങ്ങൊക്കെ, ഇത് ഡോയാണ്, പൂരിക്കുള്ള ഡോ. അത് വന്നിട്ട് ചുമന്ന കളറിലിരിക്കുന്നത് നമ്മുടെ എന്താ പറയുക, കൂരവാണേ. കൂരവല്ലല്ലോ, എന്താ പറയണേ അതിന്, എൻ്റെ പേര് മറന്നു കേട്ടോ, സോറി. അങ്ങനെ ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് ഓയിൽ ഒഴിച്ചു. മറ്റേ ചരുവത്തിൽ ബാർലി വെള്ളമാണ് കേട്ടോ, നമ്മൾ ബാർലി വെള്ളം കുടിക്കും. അങ്ങനെ പരിപ്പും ഇതൊക്കെ ഇട്ട് കടുവൊക്കെ പൊട്ടിച്ചു. അതിലോട്ട് ഇങ്ങനെ സവാളയൊക്കെ ഇട്ട് കുറച്ച് വഴറ്റി ചെറുതൊരു രീതിയിൽ വഴണ്ട് വന്നപ്പോഴത്തേക്കും പിങ്ക് സോൾട്ടാണ് കേട്ടോ ഞങ്ങൾ യൂസ് ചെയ്യുന്നത്. അങ്ങനെ പൂരിക്കുള്ള എണ്ണയൊക്കെ അടുപ്പത്ത് വെച്ച് കുറച്ച് ഓയിലിൽ പൊരിച്ചെടുക്കുന്ന ചെറിയ രീതിക്ക് ആട്ടമാവിൽ അയക്കാക്ക ഉണ്ടാക്കി. എനിക്ക് എന്തോ അതിൻ്റെ പേരും വരുന്നില്ല, റാഗിയിലാണ് എനിക്കുണ്ട്. ഞാനിപ്പോൾ ഒരു റാഗി ഫാനാണ് കേട്ടോ. അങ്ങനെ കിഴങ്ങറിയൊക്കെ വെച്ച് ചുവന്ന കളറിരിക്കുന്ന റാഗിയുടെ പൂരിയ ഇക്കയ്ക്ക് ആട്ടയും പിന്നെ 2 മുട്ടയും ഒഴിച്ചു. പിന്നെ ക്യൂക്കമ്പറും പിന്നെ ബ്ലാക്ക് കട്ടൻ കോഫിയാണ്. ഇക്ക കുടിക്കില്ല ഇത് പഞ്ചസാര. അങ്ങനെ ഞങ്ങൾ കഴിക്കുവാണ്. അപ്പം നമുക്കൊരു വിസിറ്റ് ഉണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ വിശേഷം ഇക്ക പറയുന്നത്. പിന്നെ അങ്ങനെ മീൻ വന്നു. നമ്മുടെ വീടിൻ്റെ അടുത്ത് മീൻ കൊണ്ടുവരും കേട്ടോ, അവിടെ നിന്ന് വാങ്ങിച്ചതാണ്. കിഴങ്ങും കോഴിയാളയും നൊത്തോലിയും വാങ്ങിച്ചു. ഇത് ചായ ഇടാൻ വേണ്ടിയിട്ടാണ് വെള്ളം. അങ്ങനെ ഒരു കല്യാണ ഇൻവിറ്റേഷനും കിട്ടി 26th അങ്ങനെ മീൻ ഞാൻ ഫ്രൈ ചെയ്തു. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു, ഇക്ക പോയി. അങ്ങനെ പിന്നെ ഇന്ന് കഞ്ഞിയും എന്താ പറയുക, മീൻ വറുത്തതും ഞാനൊരു പപ്പടമൊക്കെ വെച്ചിട്ടാണ്, ചോറാക്കിയില്ലായിരുന്നു. അങ്ങനെ മീനൊക്കെ ഇതേ പൊരിച്ചെടുത്തു. ഇത് മാവിൽ ഇച്ചിരി ബാക്കി വന്നപ്പോൾ ഞാനതൊരു ഭൂരി പോലെ ആക്കിയതായിട്ടോ. അങ്ങനെ കഞ്ഞിയും പപ്പടവും പൊരിച്ച മീനും നെല്ലിക്ക അച്ചാറാണ്, ഞാൻ തന്നെ ഇട്ടതാണ്. അങ്ങനെ ചായ വെച്ച് വൈകുന്നേരം ആയപ്പോഴത്തേക്കും 5 മണി. ഇവിടെ കറണ്ട് പോയിട്ട് വന്നപ്പോൾ ഇത്രയും സമയമായി. അങ്ങനെ എപ്പോഴാണ് എണീറ്റ് പോയി, കിടന്ന് ഉറങ്ങി. പിന്നെ എണീറ്റ് പോയി ചായയൊക്കെ ഇട്ടു. അങ്ങനെ പാലൊക്കെ തിളച്ചു റെഡിയായി. ഇങ്ങനെ വന്നപ്പോൾ ചായപ്പൊടി ഇട്ടു. എനിക്ക് മാത്രമായിട്ട് അത് കുറച്ച് ചായ, ഒരു ഗ്ലാസ് പിന്നെ ചായപ്പൊടി ഇട്ടിട്ട് പിന്നെ ഞാൻ ഇത്തിരി ഏലക്കപ്പൊടിയും ഗ്രാമ്പും ഇഞ്ചിയും കൂടെ പൊടിച്ച് വെച്ചു. അത് ഗ്രാമ്പും ഇഞ്ചിയും പൊടിച്ച് വെച്ചതാട്ടോ. ഞാനിതൊക്കെ ഇടും. പിന്നെ ഏലക്കപ്പൊടി ഇട്ടു. അങ്ങനെ ചായ തിളച്ചു, ചായ എടുത്തു. അങ്ങനെ ചായ കുടിക്കാനുള്ള പുറപ്പാടിലാണ്. അങ്ങനെ അരിച്ച് ചായയൊക്കെ എടുത്തു. എല്ലാവരും കട്ടനിലല്ലേ പുതിന ഇടാറ്. എനിക്ക് പാൽ ചായയായാലും പുതിന ഉണ്ടെങ്കിൽ ഞാനത് യൂസ് ചെയ്യും കേട്ടോ, ഇഷ്ടമാണ്. മധുരമൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ, കമൻറ്റൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ബായ്, അസ്സലാമു അലൈക്കും.